വയനാട് മാനന്തവാടിയിൽ ആദിവാസി സ്ത്രീയുടെ ജീവനെടുത്ത നരഭോജിക്കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. കൂടുവെച്ച് കാത്തിരിക്കാനാകില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. നോർത്ത് ഡിഎഫ്ഒയും പ്രദേശവാസികളും തമ്മിൽ തർക്കമുണ്ടായി. ബേസ് ക്യാമ്പിൽ പ്രതിഷേധം തുടരുകയാണ്. ആദ്യം പ്രതിഷേധ ദൃശ്യങ്ങളിലേക്ക്. തത്സമയ ദൃശ്യങ്ങളാണ്. കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. നരഭോജി കടുവയാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞുകൊണ്ട് ജനം പ്രതിഷേധിക്കുകയാണ്. കൂട് സ്ഥാപിച്ചതിന് സമീപത്ത് കടുവയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. പക്ഷേ കൂട് വെച്ച് കാത്തിരിക്കാനാവില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ദീപക് മോഹൻ ബേസ് ക്യാമ്പിൽ നിന്നും. ദീപക്, വലിയ പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ ബേസ് ക്യാമ്പിന് മുന്നിൽ കാണുന്നത്. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കം തുടരുകയാണോ? എന്താണിപ്പോൾ വനംവകുപ്പ് പറയുന്നത്? ഒന്നും വിശ്വാസത്തിലെടുക്കാനാവാത്ത അവസ്ഥയായിട്ടുണ്ട് നാട്ടുകാർക്ക്. സ്മൃതി, നിലവിൽ അതായത് ഈ പ്രിയദർശിനി ഓഫീസിന് മുൻപിലാണ്, പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുൻപിലാണ് വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇന്നലെ കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന് ഉത്തരവിറങ്ങിയിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വനംവകുപ്പും ഒപ്പം അധികൃതരും മലക്കം പറയുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കടുവയെ വെടിവെച്ച് കൊല്ലാനല്ല, പകരം മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് വനംവകുപ്പ് നടത്തുന്നതെന്ന് പറഞ്ഞാണ് പ്രദേശവാസികൾ വലിയ പ്രതിഷേധം ഇവിടെ നടത്തിയത്. ഇപ്പോൾ അവരുടെ പ്രധാനമായ ഒരു ആവശ്യം കലക്ടറോ അസിസ്റ്റന്റ് സബ് കലക്ടറോ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തണമെന്നാണ്. അത് എത്താതെ, കലക്ടർ എത്താതെ ഇവിടെ ഒന്ന് പിരിഞ്ഞു പോവില്ല എന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. അല്പം മുൻപ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ ഇവിടെ യോഗം നടന്നിരുന്നു. അതിനൊടുവിൽ കലക്ടർ ഓഫീസിൽ സംസാരിച്ച് കലക്ടർ 3 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്ക് ഇവിടെ വരാനുള്ളൂ. ഇവിടെ ആൾ കൊന്നത് പിന്നെ അവിടെ പോകണ്ടല്ലോ. ഇവിടെ വരട്ടെ. കടുവയെ ഇവിടുന്ന് കൊന്നിട്ട് തന്നെ കൊണ്ടുപോകണം. ഇങ്ങനെ പിടിച്ച് കൂട്ടിലിട്ടിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയേ വേണ്ട. കാരണം വയനാട് ജില്ല ഇത് കുറെ കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയായിട്ട്. ഇത് മാത്രമല്ല, ഇതിന് കുറച്ച് പൈസ കൊടുത്ത് ഈ കുടുംബത്തിനൊന്നും അല്ലാത്ത കോലത്തിലാക്കുന്ന ഒരു പരിപാടിക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം ഈ നരഭോജി കടുവ ഇവിടുന്ന് കൊന്നിട്ട് തന്നെ കൊണ്ടുപോയാൽ മതി. കളക്ടർ ഇവിടെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഈ സമരം എന്താ വേണ്ട കൊല്ലണം തന്നെ എൻ്റെ തീരുമാനം. എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു മനുഷ്യജീവൻ ഇങ്ങനെ പറ്റരുത്. ഇത് ഇവിടുന്ന് പിടിച്ച് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിടുക, അവിടെയും മനുഷ്യജീവൻ ഇതേപോലെ സംഭവിക്കുക. ഇനി ഇങ്ങനെ സംഭവിക്കരുത്. കൊല്ലണം തന്നെയാണ് നമ്മളെ തീരുമാനം. ഇപ്പൊ കടുവയെ പേടിയാകുന്ന അവസ്ഥയാണ് തോന്നുന്നത്. ജനങ്ങൾക്ക് മനസ്സിലായി കളക്ടർക്ക് കടുവിനെ പേടി, ആദിവാസിനെ കടുവിന് വായിച്ച് ഇട്ടുകൊടുക്കാണ് കളക്ടർ. എന്താ വെടിവെച്ച് കൊല്ലാനുള്ള നിയമമുണ്ട്. ഇതിന്റെ മുന്നില് മാറപ്പാണ്ട് കളക്ടറെ മാനന്തവാടി ടൗണിൽ ആഞ്ഞ് വെടിവെച്ചെന്ന് ആ കളക്ടർ മൂക്കിൽ രോമം പറിച്ച മതിരി എന്താ പറിക്കാത്ത. അപ്പൊ നിയമമുണ്ട്. ഇതൊക്കെ അല്ല ശരി. അതുകൊണ്ട് ആദിവാസിക്ക് 10 ലക്ഷം ഉറുപ്പിക അന്ന് ഓണം ഊച്ചാടിയാക്കും. അത് വേണ്ട, 10 ലക്ഷം ഉറുപ്പിക ഞങ്ങൾ ഇവിടെ നിന്നുണ്ടാക്കും. ഇത് എന്തായാലും വെടിവെച്ച് കൊന്നേ പറ്റുള്ളൂ. ചർച്ച പരാജയപ്പെട്ടു. ഇപ്പോ നടന്ന ചർച്ച പരാജയപ്പെട്ടു. നമ്മൾ ആവശ്യപ്പെട്ടത് എന്താ പറയുന്നത്? അവര് പറയുന്നത് ഞങ്ങളും ആവശ്യപ്പെട്ടത് കളക്ടർ വരാണ്ട് ഒരു ചർച്ച മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പരാജയപ്പെട്ടു. ഞങ്ങൾ ഇറങ്ങി വന്നു. പക്ഷെ ഇപ്പോ എന്ന് വെച്ചാൽ 3 മണിക്ക് കളക്ടർ വരാന്ന് പറഞ്ഞു. സബ് കളക്ടർ ഓഫീസിലേക്കാ പറഞ്ഞിട്ടുള്ളത്. അത് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരണം, കളക്ടർ ഇവിടെ വന്നിട്ട് ചർച്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പരിപാടിയില്ല, ഇവിടെ വരണം. 24 മണിക്കൂറായി ഈ സമയം വരെ ഇവിടെ ആളെത്തിയിട്ടില്ല. ചർച്ച പരാജയപ്പെട്ട് പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ നേരം വരെ അവർക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മുടെ ആവശ്യം കളക്ടർ ഈ സംഭവ സ്ഥലത്ത് ഇവിടെ വന്നിട്ട് ജനങ്ങളുമായിട്ട് നമ്മുടെ ആശങ്കകൾ പങ്കുവെച്ച് രമ്യമായി പരിഹരിച്ചാലേ ഈ സമരം ഇവിടെ നിന്ന് അവസാനിപ്പിക്കുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകും. അതായത് സർക്കാർ കൊല്ലാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ട കടുവയാണ്. എന്തുകൊണ്ട് ഇവരിങ്ങനെ സമയമെടുക്കുന്നു? ഞങ്ങൾ പറയുന്നു, ഈ നാട്ടിലെ ആദിവാസി സഹോദരങ്ങൾക്ക് 1 മണിക്കൂർ നായാട്ടിനുള്ള അനുമതി സർക്കാർ കൊടുക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കടുവനെ ഞങ്ങൾ കൊന്നു
കാണിച്ചു തരാമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അനുമതി കൊടുക്കോ? നായാട്ടിന് വേണ്ടി അനുമതി കൊടുക്കോ ഗവൺമെന്റ്? അങ്ങനാണെങ്കിൽ നിയമം അനുവദിക്കുന്നില്ലല്ലോ, വേട്ടയാടാൻ നിയമം അനുവദിക്കുന്നില്ലല്ലോ. അല്ല, ആ അനുമതി വേണമെന്ന് പറയുന്നത്. ആ അനുമതി കൊടുക്കുകയാണെങ്കിൽ ഒരു കടുവയും ഒരു മൃഗങ്ങളും ഈ ഇങ്ങോട്ട് സ്വകാര്യ സ്ഥലത്തേക്ക് ഇറങ്ങൂല. ഡിപ്പാർട്ട്മെന്റ് നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള കളക്ടർ ഇപ്പോഴും പുറത്താണ്. നിലവിൽ ഈ ഒരു സമയം വരെ ആയിട്ടും ഇതുവരെ ജനങ്ങളുടെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടില്ല. കളക്ടർ കൃത്യമായിട്ട് മരണം സംഭവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ സന്ദർശിച്ച വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, കളക്ടർ ഇവിടെ വരട്ടെ. ജനിക്ക് കളക്ടറാണല്ലോ, ഏകാധിപതിയൊന്നുമല്ലല്ലോ. അദ്ദേഹം ഇവിടെ വരട്ടെ, ജനങ്ങളൊക്കെ സമ്മതിക്കട്ടെ, കാര്യങ്ങൾ തീരും. സ്മൃതി, ഇവർ പറയുന്നത് കളക്ടർ ഇവിടെ എത്തണം, കളക്ടർ എത്താതെ ഇവർ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ള രീതിയിലാണ് പ്രതിഷേധക്കാർ വീണ്ടും ഈ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഒരുങ്ങുകയാണ്. കളക്ടർ ഓഫീസുമായി അവർ സംസാരിച്ചു. അകത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചേർന്ന് യോഗം ചേർന്നു. എന്നാൽ കളക്ടർക്ക് ഇവിടെ എത്താൻ കഴിയില്ല, സബ് കളക്ടർ ഓഫീസിലേക്ക് എത്താം എന്ന് അറിയിച്ചെങ്കിലും പ്രതിഷേധക്കാർ അതിന് വഴങ്ങി കൊടുക്കുന്നില്ല. അവർ പറയുന്നത് കളക്ടർ ഇവിടെ എത്തി, എന്തുകൊണ്ടാണ് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിട്ടും കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള രീതിയിലേക്ക് വനം വകുപ്പ് പോകുന്നത്? വനം വകുപ്പിന്റെ ദൗത്യം എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നൊക്കെ ഉള്ള ഒരു ആശങ്കകൾ അവരോട് പങ്കുവയ്ക്കുകയാണ്. നിരവധി നാളുകളായി ഈ മേഖലയിൽ വന്യജീവികളുടെ ശല്യം രൂക്ഷമാണ്. ഇവരുടെ സമാധാനമായിട്ട് ഇവർ ഉറങ്ങിയിട്ട് നാളുകളേറെയായി. ആനയായിക്കോട്ടെ, കാട്ടുപോത്തായിക്കോട്ടെ, കടുവയാണെങ്കിലും കുരങ്ങാണെങ്കിലും ഒക്കെ ഇവരുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ട് നാളുകളേറെയായി. സ്കൂൾ വിദ്യാർത്ഥികളും ഒപ്പം തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിലാണ്, ആശങ്കയിലാണ്. അതിനിടയിലാണ് കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടത്. ആ കടുവയെ പിന്നെയും രണ്ടാമതും വനം വകുപ്പ് ജീവനക്കാരും നാട്ടുകാരും കണ്ടു. എന്നാൽ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ പോയില്ല. പകരം വനം വകുപ്പിന്റെ ആളുകൾ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് ആക്കുന്നതോ അല്ലെങ്കിൽ കൂട്ടിൽ ആടിനെ ഇരയാക്കി വെച്ച് കെണിയൊരുക്കുന്നതിനുമുള്ള തീരുമാനങ്ങളാണ് മുന്നോട്ട് പോയത്. അതാണ് ഇവരെ വലിയ രീതിയിൽ പ്രതിഷേധത്തിനിടയാക്കിയത്. അവർ പറയുന്നത് കടുവയെ ഉടൻ വെടിവെച്ച് കൊല്ലണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തരൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മുൻപൊക്കെ വയനാട്ടിൽ നായാട്ട് വളരെ സാധാരണമായി തന്നെ ഉണ്ടായിരുന്നു. ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള കുറിച്ചരൊക്കെ നായാടി കടുവയെയും അതുപോലെ തന്നെ മാനിനെയും ഒക്കെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നിയമങ്ങൾ മാറി, അവർക്ക് നിയമപരമായി അത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഒരു വയനാട്ടുകാരുടെ മനസ്സെന്നുള്ള രീതിയിലാണ് ഇവിടെയുള്ള ആദിവാസി വിഭാഗങ്ങളിൽ അടക്കമുള്ള ആളുകൾ പറയുന്നത്. അവർക്ക് വിട്ടുകൊടുക്കൂ, അവർ കൈകാര്യം ചെയ്യാം എന്ന്, കടുവയെ അവർ പിടികൂടാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിയമം അത് അനുവദിക്കുന്നില്ല. പക്ഷേ വനം വകുപ്പ് ഇവിടെ ഇപ്പോൾ ഒരു കൂട് വെച്ച് ആ കൂട്ടിൽ ഒരു ആടിനെ വെച്ചാണ് കടുവയ്ക്കായി കെണിയൊരുക്കിയിരിക്കുന്നത്.